ശബരിമല സ്വർണ്ണക്കൊള്ള. അതിലിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായ പോറ്റിയുമായുള്ള കൂടുതൽ ചിത്രങ്ങളിൽ വെട്ടിലായിരിക്കുന്നു UDF കൺവീനർ. റിപ്പോർട്ടറിനെ പഴിചാരിയുള്ള അടൂർ പ്രകാശിന്റെ ന്യായീകരണം എവിടെ വരെ എത്തും? ഇന്ന് ചില ന്യായീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും UDF കൺവീനർ അടൂർ പ്രകാശും തമ്മിൽ അടുത്ത സൗഹൃദം. കേരളത്തിന് പുറത്തുവച്ചും ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ബംഗളൂരുവിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. പോറ്റിയും ഒപ്പമുള്ളവരും അടൂർ പ്രകാശിന് സമ്മാനം നൽകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അടൂർ പ്രകാശ് പങ്കെടുത്തതിന്റെ തെളിവും റിപ്പോർട്ടർ പുറത്തുവിട്ടു. പോറ്റിയുടെ പുളിമാത്ത് തറവാട് വീട്ടിലും അടൂർ പ്രകാശ് നിത്യ സന്ദർശകനായിരുന്നു. റഹീസ് റഷീദ് ചേരുന്നു വിശദാംശങ്ങളുമായി. റഹീസ്, രണ്ടാമത്തെ ഫോട്ടോ, പ്രധാനപ്പെട്ട ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയും പോറ്റിയും അടൂർ പ്രകാശും നിൽക്കുന്നതായിരുന്നു. പലതരത്തിലും അതിനെ പ്രതിരോധിക്കാൻ നോക്കി. പക്ഷെ ഇപ്പൊ പുറത്തു വന്ന ഫോട്ടോ അതിനെ പലതരത്തിൽ ന്യായീകരിക്കുന്നുണ്ടല്ലോ അല്ലെ? അതിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷേ ഇത് വളരെ നിർണായകമാവുകയാണ്. UDFനെ സംബന്ധിച്ച് തന്നെ പ്രതിരോധം തീർക്കേണ്ടി വരും. കാരണം ചോദ്യം അതിന് മറുചോദ്യമാവുകയാണ്. വലിയ രീതിയിൽ തന്നെ അത് ഉന്നയിക്കും. അപ്പോൾ എന്താണ് ഈ സമ്മാനമൊക്കെ നൽകിയതായി ഫോട്ടോയിൽ കാണുന്നു? അതെന്താ ഈത്തപ്പഴമാണെന്നൊക്കെ പറയുന്നു. ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? നിത്യ സന്ദർശകനായിരുന്നു അടൂർ പ്രകാശ്. റോഷ്നി, അടൂർ പ്രകാശ് UDF കൺവീനർ, ആറ്റിങ്ങൽ MP ആണ്. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന 3 ചിത്രങ്ങളാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് അടൂർ പ്രകാശിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചടങ്ങിന് ഈ അടൂർ പ്രകാശ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചെറിയ ചടങ്ങിന് ഈ അടൂർ പ്രകാശ് പങ്കെടുത്തതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വെഞ്ഞാറമ്മൂടുള്ള വീട്ടിലെത്തിയാണ് ആ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തത്. അത് അടുത്ത സൗഹൃദത്തിന് തെളിവാണ്. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹം UDF കൺവീനറായ അടൂർ പ്രകാശ് ബംഗളൂരുവിലുള്ള സമയത്ത് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി കാണുന്നതാണ്. കണ്ടതിന് ശേഷം ഒരു കാടെന്ന് തോന്നുന്ന എന്തോ ഒരു കൈമാറ്റം ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് നൽകുന്നു. ഒപ്പം പോറ്റിക്കൊപ്പം ഈ കേസിൽ തുടക്കം മുതൽ ദുരൂഹമായി നിൽക്കുന്ന രമേശ് റാവു എന്ന പോറ്റിയുടെ അടുത്ത സുഹൃത്തു കൂടി ആ കൂടിക്കാഴ്ചയിൽ പോറ്റിക്കൊപ്പമുണ്ട്. അതിനുശേഷം രമേശ് റാവു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു സമ്മാനപ്പൊതി കൊടുക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അസ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെത്തി എന്ന വിവരം അടൂർ പ്രകാശ് ബംഗളൂരുവിലെത്തി എന്ന വിവരം പോറ്റിക്ക് അടൂർ പ്രകാശ് പറയാതെ അറിയാനൊരു സാധ്യതയില്ല. സ്വാഭാവികമായും ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളെന്ന നിലയിലാണ് ആ കൂടിക്കാഴ്ച നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ച പല വിശദീകരണവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് നമ്മൾ നോബിൽ പറയുകയും ചെയ്യും.